ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ട്രൈ ഹാക്ക് മീ എന്ന് പറയുന്ന വെബ്സൈറ്റിലെ ബ്ലൂ എന്ന് പറയുന്ന ഒരു റൂം ഹാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ഇന്ന് അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ആ ഒരു റൂം ആ ഒരു സെർവർ എസ്കലേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സോ ഗൈസ് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് അവിടെ ഇപ്പോൾ നോക്കിയാൽ കാണാൻ സാധിക്കും നമ്മൾ ആ ഒരു സിസ്റ്റത്തിലേക്ക് ഹാക്ക് ചെയ്ത് കയറിയിട്ടുണ്ട്. സോ അവിടെ താഴെ കൊടുത്തിട്ടുണ്ട് വിൻഡോസ് സിസ്റ്റം 32 എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇതെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു വിൻഡോസ് സിസ്റ്റത്തിൻ്റെ ഡയറക്റ്റ് CMD ആണ് ആക്സസ് ചെയ്തിരിക്കുന്നത്. സോ നമുക്കിനി ബാക്കിയുള്ള ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു ഷെല്ലിലേക്ക് ഇത് കൺവേർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. മീറ്റർപ്രെറ്റർ എന്ന് പറയും. സോ നമ്മൾ ടെർമെക്സിൻ്റെ ആ ഒരു സീരീസിൽ മെറ്റാസ്പ്ലോയിറ്റ് പഠിച്ചപ്പോൾ അവിടെ ചെയ്തിരുന്ന ഒരു എക്സ്പ്ലോയിറ്റേഷനാണ് മീറ്റർപ്രെറ്റർ എന്ന് പറയുക. ഓക്കെ, സോ ആ ഒരു ഷെൽ ആക്സസ് നമുക്ക് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു സിസ്റ്റത്തിന് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യാൻ പോവുക. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ആ ഒരു ഷെല്ല് ബാക്ക്ഗ്രൗണ്ടിലേക്ക് മാറ്റുക. സോ ബാക്ക്ഗ്രൗണ്ടിലേക്ക് മാറ്റാൻ Ctrl+Z അടിക്കുക, Y കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ മീറ്റർപ്രെറ്റർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ സെർച്ച് ചെയ്യുക. അതിനുശേഷം യൂസ് 0 എന്ന് കൊടുക്കുക. ആ ഒരു എക്സ്പ്ലോയിറ്റേഷൻ അവിടെ യൂസ് ചെയ്യാൻ തുടങ്ങുക. അതിനുശേഷം ഷോ ഓപ്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കവിടെ രണ്ട് കാര്യങ്ങൾ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്ന് എൽ ഹോസ്റ്റും ഒന്ന് സെഷനും. സോ എൽ ഹോസ്റ്റ് നമുക്കവിടെ റിക്വയർഡ് അല്ല, സെഷൻസ് ആണ് നമുക്കിനി സെറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. സോ നിങ്ങൾക്കവിടെ സെഷൻസ് എന്ന ഒരു കമാൻഡ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്തിരിക്കുന്ന ആ ഒരു സെഷൻ്റെ ID കിട്ടും. സോ ആ ID സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് സെഷൻ, അതിനുശേഷം ആ ഒരു ID കൊടുക്കുക. 1 ആണ് ഇവിടെ കൊടുത്തിരിക്കുക. ഓക്കെ, സെഷൻ ID സെറ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് റൺ എന്ന കമാൻഡ് കൊടുത്താൽ തന്നെ ആ ഒരു പ്രോസസ്സ് അവിടെ സ്റ്റാർട്ട് ആവുന്നതാണ്. സോ ഇത് കുറച്ച് ടൈം എടുക്കും. നിങ്ങളുടെ ഒരു പ്രൊസസ്സർ, റാം സ്പീഡ് അതൊക്കെ അനുസരിച്ചിരിക്കും ഇതിൻ്റെ ഒരു ടൈം വരിക. സോ ഞാനിപ്പോൾ അവിടെ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുകയാണ്. ഓക്കെ, സോ ഇപ്പോൾ അവിടെ ആ ഒരു മൊഡ്യൂൾ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഈ ഒരു ടൂൾ അത് ഓട്ടോമാറ്റിക്കലി ചെയ്യുന്നതാണ്. കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. ആ ഒരു ആ ഒരു മീറ്റർപ്രെറ്റർ ആ ഒരു എക്സ്പ്ലോയിറ്റേഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. സോ അത് റെഡി ആയതിനു ശേഷം ഞാൻ വീണ്ടും വരാം. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രോസസ്സ് അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഈ ഒരു മീറ്റർപ്രെറ്റർ ഷെല്ല് ആക്സസ് ചെയ്യണം. സോ അതിനായിട്ട് നമ്മൾ വീണ്ടും സെഷൻസ് എന്ന് ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ 2 സെഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഒന്ന് നമ്മൾ ആദ്യം ഷെൽ ആക്സസ് ചെയ്തത്, അതായത് ഡയറക്റ്റ് വിൻഡോസിൻ്റെ CMDയിലേക്ക് കയറിയതാണ്. രണ്ടാമത് നമ്മൾ ആ ഒരു ഷെല്ല് മീറ്റർപ്രെറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തതാണ്. ഓക്കെ, സോ ആ ഒരു രണ്ടാമത്തെ സെഷനാണ് നമുക്കിനി ഓപ്പൺ ചെയ്യേണ്ടതായിട്ടുള്ളത്. സോ അത് ഓപ്പൺ ചെയ്യാൻ സെഷൻസ് -I, അതിനുശേഷം ആ ഒരു സെഷൻ ID കൊടുക്കുക. ഇവിടെ രണ്ടാമത്തെ സെഷനാണ് മീറ്റർപ്രെറ്റർ. സോ അത് കൊടുക്കുക, എൻ്റർ അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മീറ്റർപ്രെറ്റർ എന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് വെബ് ബ്രൗസറിലേക്ക് ആ ഒരു എസ്കലേറ്റ് എന്ന് പറഞ്ഞ ഒരു പോർഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ 2 ക്വസ്റ്റ്യൻസ് ആദ്യം കാണാൻ സാധിക്കും. അതിൽ ആദ്യത്തേത് ആ ഒരു ഷെൽ ടു മീറ്റർപ്രെറ്റർ എന്ന് പറയുന്ന ആ ഒരു എക്സ്പ്ലോയിറ്റേഷൻ്റെ പാത്താണ് ചോദിച്ചിരിക്കുക. സോ ആ ഒരു പാത്ത് അവിടെ കോപ്പി ചെയ്ത് എൻ്റർ അടിക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതിനകത്തിൽ ഷോ ഓപ്ഷൻസ് കൊടുക്കുക. അതിനകത്തിൽ നമുക്കിനി എന്താണ് സെറ്റ് ചെയ്യേണ്ടതായിട്ടെന്ന് ഉള്ളതാണ്. സോ സെഷനാണ് നമുക്ക് അവിടെ സെറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. സോ സെഷനും കൊടുക്കുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് തന്നിരിക്കുന്ന ടാസ്ക് എന്ന് പറയുന്നത് നമുക്കിവിടെ ഒരു കമാൻഡ് റൺ ചെയ്യാനുണ്ട്. സോ PS എന്നാണ് കമാൻഡ്. ഓക്കെ, ഈ ഒരു കമാൻഡ് യൂസ് ചെയ്തതിന് ശേഷം നമുക്കവിടെ ഒരുപാട് പ്രോസസ്സ് IDകളും അതുപോലെ ഒരുപാട് പ്രോസസ്സുകളും കാണാൻ സാധിക്കും. അതിൽ നിന്ന് NT authority/system എന്ന് പറയുന്ന ഒരു പ്രോസസ്സുണ്ട്. സോ ആ ഒരു പ്രോസസ്സ് നമ്മൾ ഫൈൻഡ് ചെയ്യുക. അത് നമുക്ക് മൈഗ്രേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ടെർമിനലിലേക്ക് വന്ന് PS എന്ന കമാൻഡ് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് പ്രോസസ്സുകൾ ലിസ്റ്റ് ആയിട്ടുണ്ട്. സോ അതിനകത്ത് നിന്ന് പ്രോസസ്സ് ID, ഓക്കെ, ഏറ്റവും ആദ്യം കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് പ്രോസസ്സ് ID. സോ അതിനകത്തിൽ നിങ്ങൾ നോക്കുക 2596, ഓക്കെ, 2596 ഈ ഒരു പ്രോസസ്സ് IDയിലുള്ള ഒരു ഒരു പ്രോസസ്സാണ് നമുക്കവിടെ മൈഗ്രേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. സോ ഞാനിവിടെ എനിക്ക് ആ ഒരു ID കാണിക്കുന്നില്ല, ആ ഒരു പ്രോസസ്സ് അവിടെ കാണിക്കുന്നില്ല. സോ അതുകൊണ്ടാണ് ഞാൻ മറ്റൊരു പ്രോസസ്സിലേക്ക് കയറിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിവിടെ ചെയ്യുമ്പോൾ എനിക്ക് എറർ വരുന്നത്. ഓക്കെ, സോ ആ ഒരു ആ ഒരു ID നിങ്ങൾ മൈഗ്രേറ്റ് ചെയ്യുക.
അത്രയും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആകും. സോ ഇനി അടുത്ത 4ാമത്തെ ടാസ്ക്കാണ് ക്രാക്കിംഗ്. ഓക്കെ, ക്രാക്കിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു സിസ്റ്റത്തിനകത്ത് അഡ്മിനിസ്ട്രേറ്റർ കൂടാതെ 2 യൂസറുണ്ട്. സോ ഇതിൽ ഒരു യൂസറിൻ്റെ നോൺ ഡീഫോൾട്ട് യൂസർ എന്ന് പറയും. സോ ആ യൂസറിൻ്റെ പാസ്വേഡ് നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കണം. സോ അത് ക്രാക്ക് ചെയ്യാനായിട്ട് ജസ്റ്റ് നിങ്ങൾ #dump എന്ന് കൊടുക്കുക. അന്നേരം അവിടെ ആ ഒരു സിസ്റ്റത്തിൽ ലോഗിൻ ചെയ്തിട്ടുള്ള എല്ലാ യൂസറിനെയും അവരവിടെ ഡിസ്പ്ലേ ചെയ്യും. അഡ്മിനിസ്ട്രേറ്റർ അടക്കം അവിടെ ആ ഒരു സിസ്റ്റത്തിൽ ലോഗിൻ ചെയ്തിട്ടുള്ള എല്ലാ യൂസറിനെയും അവിടെ ഡിസ്പ്ലേ ചെയ്യും. സോ അതിനകത്തിൽ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ സാധിക്കും ജോൺ എന്ന്. സോ ക്രാക്കിങ്ങിൻ്റെ ആ ഒരു ടാസ്കിനകത്തിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ജോൺ എന്ന് കൊടുക്കുക. അതിനുശേഷം നിങ്ങളവിടെ ആ ഒരു ഹാഷ് ഫുള്ളായിട്ട് കോപ്പി ചെയ്തെടുക്കുക. ഓക്കെ, കോപ്പി ചെയ്തിട്ട് ഒരു ടെക്സ്റ്റ് ഫയലിലേക്ക് മാറ്റണം. അതിനുശേഷം നമ്മൾ ഓഫ്ലൈനിലൂടെ ജോൺ ടൂൾ ഉപയോഗിച്ചാണ് നമ്മളത് ക്രാക്ക് ചെയ്യാൻ പോവുക. ഓക്കെ, ഞാനിവിടെ പുതിയൊരു വിൻഡോ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മൈക്രോ സ്പേസ് എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ ജോൺ #txt എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ അത് കോപ്പി ചെയ്ത് നമ്മൾ ആ ഒരു കോപ്പി ചെയ്ത ഒരു ഹാഷ് ഇവിടെ പേസ്റ്റ് ചെയ്യുക. Ctrl+S കൊടുത്ത് സേവ് അടിക്കുക. Ctrl+Q കൊടുത്ത് എക്സിറ്റ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ ജോൺ ടൂൾ യൂസ് ചെയ്യണം. സോ നമ്മൾ ടെർമെക്സിൻ്റെ ഒരു സീരീസിൽ ജോൺ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഈ പ്രാവശ്യം നമ്മളിത് ക്രാക്ക് ചെയ്യാൻ പോവുക. ഓക്കെ, സോ സിമ്പിളായിട്ട് ആദ്യം തന്നെ ജോൺ എന്ന് ടൈപ്പ് ചെയ്യുക. ജോൺ സ്പേസ് ആ ഒരു ഹാഷ് ഫയലിൻ്റെ പേര് ഞാൻ ഇവിടെ ജോൺ #txt എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ അതിനുശേഷം നമുക്കിവിടെ ഫോർമാറ്റ് കൊടുക്കണം. ഓക്കെ, -ഫോർമാറ്റ് =NT എന്ന് കൊടുക്കുക, ക്യാപിറ്റൽ NT. അതിനുശേഷം സ്പേസ് വേർഡ് ലിസ്റ്റ് കൊടുക്കുക. വേർഡ് ലിസ്റ്റ് roq.txt എന്ന് പറയുന്ന ആ ഒരു വേർഡ് ലിസ്റ്റിൻ്റെ പാത്ത് അത് കംപ്ലീറ്റ് ആയിട്ട് അടിച്ചു കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് എൻ്റർ അടിക്കുക, വെയിറ്റ് ചെയ്യുക. ആ ഒരു പാസ്വേഡ് അവിടെ ക്രാക്ക് ആവുന്നത് കാണാൻ സാധിക്കും. സോ ഞാനിവിടെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെയാണ് എനിക്ക് അവിടെ ഇങ്ങനൊരു എറർ വന്നിട്ടുള്ളത്. ഞാൻ ഓൾറെഡി അത് നേരത്തെ ക്രാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ വെബ് ബ്രൗസറിൽ ഞാൻ എൻ്റെ ക്വസ്റ്റ്യൻ കാണിക്കാം. സോ ഓക്കെ, ഇതാണ് നമ്മുടെ ആ ഒരു ക്രാക്കിംഗ് എന്ന ഒരു ടാസ്കിലെ 2 ക്വസ്റ്റ്യൻസ് എന്ന് പറയുക. സോ അതിനകത്തിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോൺ ഡീഫോൾട്ട് യൂസർ ഏതാണെന്നാണ്. നമ്മൾ #dump എന്ന ആ ഒരു കമാൻഡ് കൊടുത്തപ്പോൾ അവിടെ ഒരു ഹാഷും അതുപോലെ ആ ഒരു യൂസറും വന്നിട്ടുണ്ടായിരുന്നു. സോ നോൺ ഡീഫോൾട്ട് യൂസർ ജോൺ ആണ്. അതിനുശേഷം നമ്മൾ ആ ഒരു ഹാഷ് ക്രാക്ക് ചെയ്തു. ഓക്കെ, ജോൺ യൂസ് ചെയ്ത് ക്രാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്രാക്ക് ചെയ്തപ്പോൾ കിട്ടിയ ഒരു പാസ്വേഡാണ് ഇവിടെ കാണുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളി ആ ഒരു റൂം എസ്കലേറ്റ് ചെയ്തു. അതിനുശേഷം അതിൻ്റെ ആ ഒരു പാസ്വേഡൊക്കെ നമ്മൾ ക്രാക്ക് ചെയ്തെടുത്തു. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി അടുത്തതായിട്ട് ലാസ്റ്റ് ഒരു ടാസ്കും കൂടി ഉള്ളൂ. സോ അത് ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുകയാണ്. ഓക്കെ, അതായത് അതിനകത്തിൽ 3 ഫ്ലാഗ് ഉണ്ട്. ആ ഫ്ലാഗ് കണ്ടെത്തി നിങ്ങളവിടെ കൊടുക്കുക. സോ ഇത് ഞാൻ നിങ്ങൾക്ക് തരുന്നൊരു ടാസ്ക്കാണ്. എന്തായാലും നമ്മൾ അടുത്ത പാർട്ടിൽ ആ ഒരു ഫ്ലാഗ് കണ്ടുപിടിക്കുന്നതായിരിക്കും. സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുക. ഓക്കെ, സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇനി വരാനിരിക്കുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.